എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു എയിംസ് വ്ലോഗ്. ഉണ്ടോ അതൊക്കെ ഡിജെയും വേടന്റെ പാട്ടും ഒക്കെ താങ്കൾക്ക് അറിയാമല്ലോ. ഇനി താങ്കൾക്ക് തുടരാം. വേണ്ട, എനിക്ക് സൗകര്യമില്ല തുടരാൻ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപിൽ വന്നിരിക്കുന്നത് ഒരു സംഭവം നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കാനാണ്. ഒരുപാട് പേര് അത് കണ്ടിരിക്കും, ഒരുപാട് പേര് കാണാത്തവരും ഉണ്ടായിരിക്കാം. പക്ഷെ എനിക്ക് തോന്നി ഇത് നിങ്ങളുടെ മുൻപിൽ എത്തിക്കണമെന്ന്. ഇത് ആരെയും പേഴ്സണലി ഹേർട്ട് ചെയ്യാനോ അങ്ങനെ ആരെയും വെല്ലുവിളിക്കാനോ അല്ല, പക്ഷേ ചില കാര്യങ്ങൾ എടുത്തു കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ആദ്യത്തെ ചാനൽ ഏതാണെന്ന് ചോദിച്ചാൽ നമ്മളെല്ലാവരും കണ്ണുമടച്ച് പറയും ദൂരദർശൻ. പക്ഷെ ദൂരദർശൻ മലയാളം ആരംഭിച്ചത് 1985 കൂടിയാണ്. 1985 ദൂരദർശൻ മലയാളം ബ്രോഡ്കാസ്റ്റിംഗ് ആരംഭിച്ചു. അപ്പൊ നമ്മുടെ എല്ലാവരുടെയും കേരളത്തിന്റെ കോമൺ ചാനലായിട്ട് മാറി. ചിത്രഗീതം പരിപാടി, ഞായറാഴ്ചകളിൽ വരുന്ന സിനിമ, അതെല്ലാം കാണാൻ വേണ്ടി നമ്മുടെ കേരളീയർ കാത്തിരുന്നു. എന്നാൽ 1990s ആയപ്പോൾ ഏഷ്യാനെറ്റ് വന്നു, സൂര്യ വന്നു, കൈരളി വന്നു. അങ്ങനെ തൊട്ട് പുറകെ ഒരുപാട് ചാനൽ വന്നു. പിന്നീട് കാറ്റഗറൈസ് ചെയ്യാൻ തുടങ്ങി. പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക തരം ചാനലുകൾ, പ്രത്യേക ലിസ്റ്റ് ഓഫ് ചാനൽസ്, സിനിമ കാണാൻ വേണ്ടി കുറച്ച് ചാനലുകൾ, ന്യൂസ് കേൾക്കാൻ വേണ്ടി പ്രത്യേകം കുറച്ച് ചാനലുകൾ. അങ്ങനെ ചാനലുകൾ തന്നെ ഡിവിഷൻ സംഭവിച്ചു. എന്റർടൈൻമെന്റിന്റെ രീതിയിൽ ആളുകളെ കൂടുതലും എന്റർടൈൻ ചെയ്യുന്നുണ്ട് പല ചാനലുകളും. എന്നാൽ ന്യൂസ് റിപ്പോർട്ടിങ്ങിന്റെ പേരിൽ എല്ലാ ചാനലും ചെയ്യുന്നത് പത്രധർമ്മമാണോ? ഇതാണ് എനിക്ക് നിങ്ങളുടെ മുൻപിൽ വെക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ. എല്ലാവർക്കുമുണ്ട് അവരുടേതായ കാഴ്ചപ്പാടുകൾ. എല്ലാവർക്കുമുണ്ട് ഓരോരുത്തരും വിശ്വസിക്കുന്ന പൊളിറ്റിക്കൽ പാർട്ടീസ്. അത് നമ്മുടെ കാഴ്ചപ്പാടാണ്. പക്ഷേ ഒരു ചാനലിന്റെ മുൻപിൽ വന്ന് ഒരു ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ സാമാന്യം പാലിക്കേണ്ട ഒരു പ്രൊഫഷണൽ എത്തിക്സ് ഉണ്ട്. അങ്ങനെ ആ പ്രൊഫഷണൽ എത്തിക്സ് പാലിക്കുന്ന എത്ര ചാനലുകളുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള, ഒരുപാടെന്ന് വെച്ചാൽ കേൾക്കാനും ആ ഒരു ക്ലാരിറ്റി ഒക്കെ ഒരുപാട് ഇഷ്ടമുള്ള 2 പത്രപ്രവർത്തകർ തമ്മിലുണ്ടായ ഒരു ഇൻസിഡന്റ് ആണ് ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ട് എന്നെ പ്രേരിപ്പിച്ചത്. കാരണം അത് ഇത്തിരി എന്താ പറയാ, എനിക്കിവിടെ ഇരുന്നിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. എന്തെങ്കിലും ഈ വീഡിയോ നിങ്ങളുടെ മുൻപിൽ എത്തുവാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് അതൊന്ന് തിരുത്താൻ ശ്രമിക്കുക. കാരണം നിങ്ങൾ കാണിച്ച പരിപാടി ബിലോ ആവറേജ് ആയിപ്പോയി. നമുക്കറിയാം, പാസ്റ്റിൽ ഒരുപാട് ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. ഇനി അത് ആണോ നിങ്ങളുടെ ഉദ്ദേശം? പക്ഷെ കണ്ടു നിൽക്കുന്നവർക്ക് അത് അത്ര എന്താ പറയാ, അത്രയ്ക്കൊരു രസമായിട്ട് തോന്നുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മൾ മലയാളികളാണ്, വിദ്യാഭ്യാസ സമ്പന്നരാണെന്നൊക്കെയാണ് വെപ്പ്. അപ്പൊ ആ വിദ്യാഭ്യാസ സമ്പന്നരായ നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ കുറച്ചുകൂടി സ്റ്റാൻഡേർഡൈസ്ഡ് ആയിരിക്കണമെന്നാണ് എന്റെ ഒരു അഭിപ്രായം. ഇവിടെ മാധ്യമപ്രവർത്തകർക്ക് നഷ്ടപ്പെട്ടത് പ്രൊഫഷണലിസമാണ്. വീഡിയോയുടെ ഉള്ളടക്കം ആളുകളിലേക്ക് എത്തിക്കുകയല്ല, പകരം വീഡിയോയുടെ ആ ഒരു കണ്ടന്റിനെ തമ്മിലുള്ള തർക്കമാണ് പ്രതിഫലിച്ചത്. നമുക്ക് കാണാം, സംടൈംസ് ദേ ആർ അബ്യൂസിങ് ദെയർ പൊസിഷൻ. ഇത് ലൈവില് ഒരു ഇംഗ്ലീഷ് ചാനലിൽ വന്നതാണ്, ജെസിക്ക വി ആർ ലൈവ് എന്നുള്ളത്. അത് ആ ഇടക്ക് ഒരുപാട് വിമർശനങ്ങളും ഒരുപാട് വിവാദങ്ങളും സൃഷ്ടിച്ച ഒരു വീഡിയോ ആയിരുന്നു. പക്ഷെ പിന്നീട് അത് കുറഞ്ഞു വന്നു. കാരണം നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു തമ്മിത്തല്ല് നമ്മൾ കണ്ടിട്ടില്ല എന്നല്ല. ഫോർ എക്സാമ്പിൾ, ഡിഫറെന്റ് പൊളിറ്റിക്കൽ പാർട്ടീസിലെ ആളുകളെ നമ്മൾ ഒരു ഡിസ്കഷനൊക്കെ വിളിക്കുമ്പോൾ ആ പാർട്ടിക്കാർ തമ്മിൽ തർക്കിക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ, രാഹുൽ ഈശ്വറിന്റെ ഏത് പ്രോഗ്രാം എടുത്താലും നമുക്കറിയാം, രാഹുൽ ഈശ്വറിന്റെ പ്രോഗ്രാം ചേർന്ന് അവസാനിക്കുന്നത് വൻ തർക്കത്തിലായിരിക്കും. പക്ഷെ ഒരു അവതാരകർ തമ്മിലുള്ള ഒരു തർക്കം, അത് ഭയങ്കര എന്താ പറയാ, അരോചകമായി തോന്നി. അതുകൊണ്ടാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾ കാണിക്കുന്നത്. അപ്പൊ കാണാത്തവർക്ക് വേണ്ടി ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. അടിയന്തരാവസ്ഥ കാലത്തെ അല്ല ഡിജെയും വേടന്റെ പാട്ടും ഒക്കെ അല്ലല്ല. ഡിജെ നിങ്ങൾ അങ്ങനെ പറയാതെ, ഉള്ളിലിരിപ്പ് എന്താണെന്ന് നമുക്കറിയാമല്ലോ. RSSന്റെ കൊടി കാണുന്നത് വേടനാണ് പ്രശ്നമെന്നൊന്നുമല്ല. ശരി, DNA പറഞ്ഞപ്പോൾ മിണ്ടാതിരുന്നല്ലേ കൂടുതലൊന്നും പറയാതിരുന്നതാണ് മെച്ചം. അതെ അല്ല, താങ്കൾ എന്റെ സമയം കൂടി എടുക്കണ്ട. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടിയന്തരാവസ്ഥയുടെ ആ വേദന അനുഭവിച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയ ഒരു കത്തിന്റെ അടക്കം ദൃശ്യങ്ങൾ നമ്മൾ ഇന്ന് പുറത്തുവിട്ടല്ലോ. സാർ അവിടെ ഇരിക്കുക, സാറിന് സർട്ടിഫിക്കറ്റ് ഒന്നും തരുന്നില്ല. ഞാനിവിടെ പറഞ്ഞത് ഗവർണറുടെ കാര്യമാണ്. മുഖ്യമന്ത്രി ചരിത്രം മനസ്സിലാക്കിയിട്ട് തന്നെയാണ് സംസാരിച്ചത്. ജനസംഘവും CPIM ഒന്നിച്ച് ചേർന്നാണ് പോയത്. ജനതാ പാർട്ടിയിൽ ജനസംഘവും RSS ജനസംഘത്തിന്റെ അടുത്ത ജനസംഘമായിരുന്ന സാധനങ്ങൾ തന്നെയാണല്ലോ, അല്ലെങ്കിൽ അതിലുണ്ടായിരുന്ന വിഷയം മാറ്റിവിടണ്ട.
പറഞ്ഞത്. ഞാൻ ഗവർണർ പറഞ്ഞതാണ്. അതിനുശേഷം ഭാരതീയ ജനതാ പാർട്ടി എന്ന BJP വന്നല്ലോ. അപ്പൊ പിന്നെ എവിടെയാ ആ സമയത്ത് CPM? ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ പണ്ട് CPIയും എല്ലാം ഒന്നായിരുന്നല്ലോ, അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഇപ്പൊ എന്താ നിങ്ങളൊന്നും ഇല്ലേ? ഡോക്ടർ അരുണിന്റെ ചരിത്രപരമായ മണ്ഡലമൊന്നുമല്ല. താങ്കൾ കാര്യങ്ങൾ പറഞ്ഞ ഡോക്ടർ അരുൺ, വിത്ത് ഓൾ റെസ്പെക്ട്, സ്റ്റോപ്പ് ഇറ്റ് ദേർ. താങ്കൾക്ക് നോൺസെൻസ് പറയാം. അല്ലല്ല, ചരിത്ര വിരുദ്ധതയും മണ്ടത്തരവും ഞാൻ ഇവിടെ പറഞ്ഞിട്ടില്ല. ഇല്ലാത്ത കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനതാ പാർട്ടി ഉണ്ടെങ്കിൽ ജനതാ പാർട്ടി ഉണ്ടെങ്കിൽ ജനസംഘമുണ്ടോ? അതൊക്കെ നിങ്ങൾ കൈവച്ചോ. അല്ലല്ല, അതൊക്കെ നിങ്ങളുടെ RSSന്റെ ശാഖയില് ശാഖയെ കാണിക്കണ്ട. നിർത്തുന്ന പരിപാടിയില്ല. പറയണമെങ്കിൽ താങ്കൾക്ക് പറയണമെങ്കിൽ സുജയ, ചരിത്രപരമായി 1977 ജനതാ പാർട്ടി വരുമ്പോ ജനസംഘമുണ്ടോ? എന്റെ അവസരമാണ്. താങ്കൾക്ക് പറയാനുള്ള മണ്ടത്തരങ്ങൾ താങ്കൾ അവിടെ ഇരുന്ന് പറഞ്ഞു. നാട്ടുകാർ നന്നായിട്ട് വിലയിരുത്തിയിട്ടുണ്ട്. അപ്പോൾ പരിപാടിയിൽ ആ പരിപാടിയുടെ സംഘാടകർ ഭാരതാംബയുടെ ചിത്രം വെച്ചുകൊണ്ട് അവിടെ പരിപാടി നടത്തുമ്പോൾ അടിയന്തരാവസ്ഥ പോലെയാണ് ഇവിടെ പെരുമാറിയത്. അതാരാണ്? പിണറായി വിജയന്റെ SFI കുഞ്ഞുങ്ങൾ, ഡോക്ടർ അരുണിന്റെ പൊന്നോമന മക്കൾ. അവരാണ് അവിടെ വന്ന് പ്രകോപനം ഉണ്ടാക്കിയത്. അല്ലാതെ ഗവർണർ രാജേന്ദ്ര സൗകര്യമില്ല. അല്ല, എന്നെ മണ്ടത്തരം എന്ന് പറഞ്ഞപ്പോൾ അതുപോലെ തന്നെയാണ്. ജനസംഘത്തിൽ ഉണ്ടായിരുന്ന ആളുകൾ തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടിയിലുള്ളത്. ഞാൻ പറഞ്ഞിട്ട് തന്നെ പോട്ടെ. അല്ലല്ല, അങ്ങനെ പറ്റില്ലല്ലോ. താങ്കൾ ഇരുന്ന് അങ്ങോട്ട് പറ. ഞാൻ അക്കാഡമിക് ആയിട്ടാണ് താങ്കളോട് ചരിത്രം എനിക്ക് കേൾക്കണ്ടേ. താങ്കളുടെ താങ്കൾ ഇവിടെ ഇരുന്ന് പറയണം. RSSനെ നരേന്ദ്രമോദിയൊക്കെ അവഹേളിച്ചിരിക്കുന്നു. വ്യക്തിപരമായ അധിക്ഷേപം നടത്തി ഗവർണറെ പറയും, താങ്കൾ സ്വന്തമായിട്ടൊക്കെ പറഞ്ഞോന്നേ. താങ്കൾ 1 മണിക്കൂർ ഇരുന്ന് സംസാരിക്കുന്നേ. താങ്കൾ എന്താ ഈ സംസാരിക്കുന്നത്? താങ്കൾ പറയാനൊന്നുമില്ലെങ്കിൽ ആൾക്കാരുണ്ടെങ്കിൽ പറയാനൊന്നുമില്ല. ഒരാൾ പറയുമ്പോൾ ഞാൻ മിണ്ടാതിരുന്ന് കേൾക്കണം. സംസാരിക്കും, പ്രതികരിക്കും. ഇങ്ങോട്ട് തലയിലോട്ട് കയറുമ്പോഴുണ്ടല്ലോ തിരിച്ചു കയറി തിരുവാതിര കളിക്കാൻ എനിക്കറിയാം. വായിട്ടലക്കാൻ താല്പര്യമില്ല. എനിക്ക് താങ്കളും വായിട്ടലക്കാൻ കം ടു ഹിസ്റ്ററി. വന്നോ? ഞാൻ എന്റെ ഭാഗമാണ് സംസാരിച്ചത്. എനിക്ക് സൗകര്യം ഒറ്റ കാര്യമുള്ളൂ. സൗകര്യമില്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ചർച്ചയെ തോക്കുമ്പോ ഇങ്ങനെ പണങ്ങി പോകും. ചർച്ചയെ തോക്കുന്നു എന്താ 2 ചോദ്യം? ഇതൊരു ചർച്ചയല്ലേ, ഇത് കണ്ടോണ്ടിരിക്കുന്ന അല്ല, പ്രേക്ഷകർ കണ്ടോണ്ടിരിക്കുന്നത് എന്റെ ലളിതമായ യുക്തിയല്ലേ? എന്റെ ലളിതമായ ജനതാ പാർട്ടി ജനസംഘവും ഒന്ന് തന്നെയാണോ? ജനസംഘവും മത്സരിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ ഗവർണറുടെ വാക്കുകൾ. ഞാൻ ഐ വാസ് കോട്ടിംഗ് ഗവർണർ. അറിയാമല്ലോ. ഇനി താങ്കൾക്ക് തുടരാം. വേണ്ട, എനിക്ക് സൗകര്യമില്ല തുടരാൻ. അത് തെറ്റാണെന്ന് സ്ഥാപിക്കാനും എനിക്ക് ആ കാര്യം അറിയില്ല എന്ന് പറയാനും വേണ്ടി മനഃപൂർവ്വമുള്ള ഇടപെടലും മനഃപൂർവ്വമുള്ള പറച്ചിലുമായിരുന്നു. പ്രേക്ഷകർക്ക് മനസ്സിലാവണ്ടേ താങ്കൾ പറഞ്ഞത് ഇങ്ങനെയാണ്? മനസ്സിലായിപ്പോ താങ്കൾക്ക് തുടരാം. എനിക്ക് സൗകര്യമില്ല. ശരി, അതായത് ഈ ചിത്രവും അടിയന്തരാവസ്ഥയും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? ഇത് അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട സ്വതന്ത്ര ഇന്ത്യയുടെ ചിത്രമാണോ? എന്നെ സ്വിച്ച് ചെയ്യണമെന്നില്ല. ഞാൻ ഇയാൾക്ക് മറുപടി കൊടുക്കാൻ പോകുന്നില്ല. അങ്ങനെയൊന്നും പറയല്ലേ. എന്താണ് സുജിയ അങ്ങനെ വിഷയത്തിലാണ് ഞാൻ സംസാരിച്ചു വന്നത്. ഇന്നത്തെ വിഷയത്തിൽ ഞാൻ പറഞ്ഞ കാര്യത്തെ ബ്ലോക്ക് ചെയ്യാനായിട്ടുള്ള മനഃപൂർവ്വമായിട്ടുള്ള ഒരു ശ്രമം ഡോക്ടർ അരുൺകുമാറിന്റെ പണ്ഡിത ബുദ്ധിയിൽ അങ്ങോട്ട് ഇറക്കി. അത് ഞാൻ എതിർത്തപ്പോഴേക്കും ഇതിനെയാണ് നമ്മൾ അഡ്ഹോമിനം എന്ന് പറയുക. പറഞ്ഞാൽ നിങ്ങൾ വ്യക്തിഹത്യ നടത്തിയിട്ട് നിങ്ങൾക്ക് അങ്ങനെ ഇങ്ങോട്ട് നടത്തുമ്പോൾ തിരിച്ചു കിട്ടുമ്പോൾ പൊള്ളും. ഞാൻ എന്റെ പ്രിയപ്പെട്ട സുജിയ, നിങ്ങളെ ഒരു തരത്തിലും ഞാൻ വ്യക്തിഹത്യാക്ഷേപം നടത്തിയില്ല. വസ്തുതകളോട് നമ്മൾ തർക്കിക്കുകയാണ് ചെയ്യുക. ആത്മാഭിമാനത്തിന് വേണ്ടി അല്ലെങ്കിൽ സ്വന്തം കാഴ്ചപ്പാടിന് വേണ്ടിയിട്ട് ഘോരഘോരം പ്രസംഗിക്കുമ്പോൾ ചാനലിന്റെ ക്രെഡിബിലിറ്റി പോകാതെ നിങ്ങൾ സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് നല്ലത്. കാരണം എത്ര പേര് ഇത് ഒന്നിൽ കൂടുതൽ വട്ടം കണ്ടിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമുക്ക് ചാനലിനോടും അല്ലെങ്കിൽ ചാനലിലെ അവതാരകരോടുള്ള ഇഷ്ടം കാരണമൊക്കെ ആയിരിക്കും. ഞാൻ പേഴ്സണലി പറയുവാണെങ്കിൽ ഞാൻ നിങ്ങളുടെ ആ ഒരു റിപ്പോർട്ടർ ചാനലിന്റെ അനുഭാവി അല്ല. പക്ഷെ എനിക്ക് ആ പ്രസന്റേഴ്സിന്റെ പ്രസന്റേഷൻ രീതി ഇഷ്ടമാണ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ആ ഒരു ചാനൽ കാണുന്നത്. പല വീഡിയോയിലും ഞാൻ റെഫറൻസ് എടുക്കാറുള്ളത് പോലും റിപ്പോർട്ടർ ചാനലിന്റെ വീഡിയോസിലും തന്നെയായിരുന്നു. പക്ഷെ ഇങ്ങനെ ഒരു ഇത് കണ്ടപ്പോൾ വളരെ വളരെ വിഷമം തോന്നി. നിങ്ങൾ ഇങ്ങനെ അധപ്പതിച്ചു പോയല്ലോ എന്ന് ഓർത്തപ്പോൾ. ഓരോ മാധ്യമ പ്രവർത്തകനും ഓർത്തിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്.
ഓരോ മാധ്യമ പ്രവർത്തകനും വിവരദായകനാണ്, അല്ലാതെ വിവാദ സൃഷ്ടിക്കാരനല്ല. ഞാൻ എടുത്തു പറയുവാണ്, ഓരോ മാധ്യമ പ്രവർത്തകനും അവൻ പറയുന്ന വാക്കുകൾ വിശ്വസിച്ച്, നമ്മൾ പല സിനിമയിലും കണ്ടിട്ടുണ്ട്, മാധ്യമമാണോ ഇവിടുത്തെ ജഡ്ജ്മെന്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു കോടതി, മാധ്യമമാണോ ഇവിടുത്തെ കോടതി എന്നൊക്കെ ചോദിച്ചിട്ടുള്ള ഒരുപാട് ഫിലിംസ്. കാരണം മാധ്യമത്തെ ഡിപ്പെൻഡ് ചെയ്ത് ന്യൂസുകൾ വായിച്ച് വിശ്വസിക്കുന്ന ഒരു കൂട്ടം ജനതയുണ്ട്. നിങ്ങൾ പറയുന്ന വാക്കുകൾ കേട്ട് അതിൽ എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടായിരിക്കുമെന്ന് വിശ്വസിച്ചിരിക്കുന്ന ജനങ്ങൾക്ക് നിങ്ങളൊരു തമ്മിത്തല്ലണ ഒരു രീതിയല്ല കാണിച്ചു കൊടുക്കേണ്ടത്. ഇത് ഭയങ്കര ഒരു പതറ്റിക് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആയി പോയി. എന്തിന്റെ പേരിലായിരിക്കും, വേണേ നിങ്ങൾ തമ്മിലൊരു ക്ലാഷും ഉണ്ടായിരിക്കത്തില്ല, നിങ്ങളുടെ തമ്മിലുള്ള കാഴ്ചപ്പാടിന്റെ വ്യത്യാസമൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ചാനലിന്റെ റേറ്റിംഗ് കൂട്ടാനുള്ള രീതിയൊക്കെ ആയിരിക്കും. പക്ഷെ എന്നിരുന്നാലും ഒരു ചാനലിലാവട്ടെ, പ്രത്യേകിച്ച് ഇതൊരു എന്റർടൈൻമെന്റ് ചാനൽ അല്ലല്ലോ, ഒരു ന്യൂസ് ചാനൽ അല്ലേ. അപ്പൊ ആ ന്യൂസ് ചാനലിലൂടെ പുറത്തു വരുന്നത് ട്രൂത്ത് ആണ്, അത് അല്ലെങ്കിൽ കാഴ്ചപ്പാടുകളാണ്, നിങ്ങളുടെ പെർസ്പെക്ടീവ്സ് ആണ്. ആ പെർസ്പെക്ടീവ്സ് പറയാം, പക്ഷെ ആ പറയുമ്പോ ഈ ഇങ്ങനെ ടേബിളിൽ തല്ലുക, ഇത്രയും മൈക്കുകൾ വെച്ചിട്ട്, അതൊക്കെ എന്തൊരു അരോചകമാണ് നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഇനിയെങ്കിലും ഈ വീഡിയോ നിങ്ങൾ എത്തിയാലും എത്തിയില്ലെങ്കിലും ആരെങ്കിലും പറഞ്ഞറിഞ്ഞാൽ കൂടി നിങ്ങൾ ഇതൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് തർക്കമാകാം, പക്ഷെ ആ തർക്കം ഒരു പോസിറ്റീവ് രീതിയിലേക്ക് മാറ്റുക. അല്ലാണ്ട് ഇനി ഞാൻ പറയുന്നില്ല, നിങ്ങൾ പറയുക ഇതെന്തോ, അപ്പൊ നിങ്ങളുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾ മണ്ടന്മാരാണ്. അപ്പൊ നിങ്ങൾ അതൊന്ന് ഓർത്തിരുന്നാൽ നിങ്ങൾക്ക് നല്ലത്. അതുപോലെ കേട്ടോണ്ടിരിക്കുന്ന ആളുകൾ നിങ്ങളുടെ ആ ഒരു പത്രധർമ്മത്തെ കൂടുതൽ വിശ്വസിക്കും, ഡിപ്പെൻഡ് ചെയ്യും. അപ്പൊ അങ്ങനെ ഒരു ചാനലിന്റെ ക്രെഡിബിലിറ്റിയെ ബാധിക്കാത്ത രീതിയിൽ നിങ്ങളുടെ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകുക. കേരളത്തിന്റെ, കാരണം ന്യൂസ് റിപ്പോർട്ടിംഗ് ചാനലാണ് നിങ്ങളുടെ, അപ്പൊ ഒരുപാട് വിദേശത്തുള്ള ഒരു ചാനൽസും ഒക്കെ നിങ്ങളെ ഒബ്സർവ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പൊ നമ്മുടെ നാടിന്റെ പേരും പെരുമയും കളയാതിരിക്കുക, അങ്ങനെ ഒരു വഴി നിങ്ങളായിട്ട് കൊടുക്കാതിരിക്കുക. സോ മറക്കണ്ട, വിവരദായകനാണ്, അല്ലാതെ വിവാദ സൃഷ്ടിക്കാരനല്ല. ന്യൂസ് ഷെയർ ചെയ്യുക, സത്യസന്ധമായ ന്യൂസുകൾ ആളുകളിലേക്ക് എത്തിക്കുക, അല്ലാതെ ആ ന്യൂസിൽ നിങ്ങളുടെ പെർസ്പെക്റ്റീവും നിങ്ങളുടെ ഒപ്പീനിയനും വെച്ച് തമ്മിത്തല്ലി ആളുകളെ വെറുതെ പരിഭ്രാന്തരാക്കാതെ, അല്ലെങ്കിൽ പരിഭ്രാന്തരെന്നാണോ അവിടെ പറയേണ്ടത്, അതോ ആളുകളെ വെറുതെ നിങ്ങളുടെ ചാനൽ കാണണ്ട എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലേക്ക് ഒരു വഴി വെട്ടാതിരിക്കുക. സോ വിവരദായകനാകുക, വിവാദ സൃഷ്ടിക്കാരൻ ആകാതിരിക്കുക. ഇത്രയുമാണ് എനിക്ക് ഈ ചാനലിലൂടെ, ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പറയാനുള്ളത്. സോ ടേക്ക് കെയർ, ബൈ.